ഇന്ന് കണ്ണൂരിൽ ശ്രീ കെ സുധാകരൻ ഒരു മാധ്യമങ്ങളുടെ മുമ്പിൽ വളരെ വികാരഭരിതനായിട്ട് വിങ്ങിപ്പൊട്ടുന്ന രീതിയിൽ സംസാരിക്കുന്ന കണ്ടു. അദ്ദേഹം കരയുന്നുണ്ടായിരുന്നു, കണ്ണീരിങ്ങനെ വീഴുന്നുണ്ടായിരുന്നു. അത് ഞാൻ കണ്ടു. ശ്രീ കെ സുധാകരനെ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരാളായിരുന്നു. കാരണം ഒറ്റയ്ക്ക് കണ്ണൂർ പിടിച്ചു നിന്ന് മാർക്സിസ്റ്റ് പാർട്ടിയോടെ അന്ന് കൊലപാതക രാഷ്ട്രീയത്തോടെ അതിനെ അവിടെ പോലും പൊരുതി അവിടെ ഒറ്റയാൾ പട്ടാളം പോലെ നിന്ന് ആ ഒരു കോട്ട കാക്കുന്നത് പോലെ ആ മണ്ഡലത്തെയൊക്കെ കാത്ത ആളാണ്. പക്ഷേ ഇപ്പോഴെന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിന് UDF-ന് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ കഴിഞ്ഞ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ എല്ലാ നേതാക്കളെയും, ഈ പാർട്ടിയിൽ കൊള്ളാവുന്ന എല്ലാ നേതാക്കളെയും അവർ ഇലക്ഷന് മത്സരിപ്പിച്ചു. അതിൽ നമുക്ക് തോറ്റുപോയത് യഥാർത്ഥത്തിൽ കെ മുരളീധരൻ. അദ്ദേഹം തോറ്റുപോയതുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെടുന്നു. കാരണം മുരളീധരന് വീണ്ടും മത്സരിക്കാം, നല്ലൊരു കാര്യമായി. ബാക്കി എല്ലാവരും അങ്ങ് ജയിച്ചു പോയ കൂട്ടത്തിൽ കുറേ പ്രധാനികളുണ്ട്, കുറേ അല്ല മിക്കവാറും. അതുപോലെ പ്രതാപന് അവസാന നിമിഷം സീറ്റ് കിട്ടിയില്ല, അതുകൊണ്ട് പ്രതാപനും രക്ഷപ്പെട്ടു. പ്രതാപന് മത്സരിക്കാം, ഒരു തടസ്സവും. പിന്നെ ബാക്കി അതേപോലെ തന്നെ പല ആളുകളും അങ്ങനെ രക്ഷപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ട്. ഇവിടെ നമ്മൾ കണക്കാക്കേണ്ടത്, ഈ MP-മാർ ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ അവർക്ക് എല്ലാവർക്കും ഇപ്പോൾ നിയമസഭയിൽ മത്സരിക്കണം. എന്ത് തോന്നിയാസം എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. കാരണം എത്ര കോടി രൂപയാണ് ജനങ്ങളുടെ കളയാൻ പോകുന്നത്, അതൊന്ന് തിരിച്ചറിയണം, മനസ്സിലാക്കണം. അത് ഇവർ മനസ്സിലാക്കിയാൽ നല്ലത്. എനിക്കൊരു അഭ്യർത്ഥനയുള്ളത്, ഏത് MP മത്സരിച്ചാലും, സിറ്റിംഗ് MP മത്സരിച്ചാലും, ജനങ്ങൾ അവർക്ക് വോട്ട് കൊടുത്താൽ നിങ്ങളോട് തന്നെ കാണിക്കുന്ന വഞ്ചനയാണത്. ജനങ്ങൾ അവരോട് തന്നെ കാണിക്കുന്ന വഞ്ചന. കാരണം കോടിക്കണക്കിന് രൂപ ചിലവാക്കിയാണ് ഓരോ മണ്ഡലത്തിലും ഇലക്ഷൻ നടക്കുന്നത്. ആ ഇലക്ഷന് വീണ്ടും ഒരു ദുർവ്യയ ചെലവ് വരാൻ പോവുകയാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അധികാരമോഹികളായിട്ടുള്ള കുറേ ആളുകൾ അതിനായിട്ട് അങ്ങ് ഇറങ്ങും. അത് ശരിയായ നടപടിയാണെന്ന് ഞാൻ കരുതുന്നില്ല. ഞാനിത് കുറ്റം പറഞ്ഞിട്ടുണ്ട്. പണ്ട് കുഞ്ഞാലിക്കുട്ടി ചെയ്തപ്പോൾ അതിനെതിരെ ഞാൻ സംസാരിച്ചു. പക്ഷേ ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടി രക്ഷപ്പെട്ടു. കാരണം ഇപ്പോൾ അവിടെ അല്ല, ഇവിടെ നിയമസഭയിൽ തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് ആ പ്രശ്നമില്ല. ഇനിയുള്ള നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതുപോലെ തന്നെ ഈ UDF-ൻ്റെയൊക്കെ അവരുടെയൊക്കെ ഈ ചേരുവകളിൽ ഡിഫറൻ്റായിട്ടുള്ള പൊളിറ്റിക്കൽ ഐഡിയോളജിയുള്ള കുറേ പാർട്ടികളുണ്ട്. അതിൽ കുറേ ഈർക്കിൽ പാർട്ടികളും ഉണ്ട്. അപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഞാൻ പറയുന്നത്, ചില ഒരുപാട് പിടിപാടൊന്നും ഇല്ലാത്ത കേരള കോൺഗ്രസിൻ്റെ ജോസഫ് ഗ്രൂപ്പ് ഇതിലുണ്ട്. അവർക്ക് എന്തിനാണെന്ന് അറിഞ്ഞൂടാ, ഞങ്ങൾക്ക് 13 സീറ്റും വേണം, നിർബന്ധമാണ്. അത് 13 സീറ്റെന്ന് പറയാൻ ആരോഗ്യമില്ലാത്ത ആളായിരുന്നു വിളിച്ചു പറയുന്നത്. 13 സീറ്റെന്ന് വിളിച്ചു പറയും, വേണം. തോൽക്കുന്ന സ്ഥലത്ത് സ്ഥിരമായിട്ട് തോറ്റുകൊണ്ടിരിക്കുകയാണ് അവർക്ക് കൊടുക്കുന്ന പല മണ്ഡലങ്ങളിലും. വീണ്ടും തോക്കാനായിട്ട് മണ്ഡലം വേണം, അത് മസ്റ്റാണ്. ഇത് ആരെ ബോധിപ്പിക്കാനായത്? ആ ഓരോ സീറ്റുകളും നശിപ്പിക്കുന്ന സീറ്റുകൾ തിരിച്ചെടുക്കണം UDF. അവിടെ വേറെ സ്ഥാനാർത്ഥികളെ നിർത്തണം, അതല്ലേ ചെയ്യേണ്ടത്. അതിന് പകരം ഇത് കേരള കോൺഗ്രസിൻ്റെ സീറ്റാണ്, അത് അവർക്കും കൊടുക്കണം. അതുപോലെ തന്നെ ലീഗിന് കുറേ സീറ്റുകളൊക്കെ കിട്ടും, അതെല്ലാം ശരിയാണ്. അതിന് ലീഗിന് മുസ്ലിം ഭൂരിപക്ഷമുള്ള പലയിടത്തും, അതായത് ഇപ്പം മലപ്പുറം ജില്ല അവിടെയൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ അവർ തൂത്തുവാരും, അവർ മത്സരിക്കുന്ന മണ്ഡലങ്ങളൊക്കെ. അതും കഴിഞ്ഞ് കഴിഞ്ഞാൽ കളമശ്ശേരിയിൽ പണ്ട് ഒരു പേരെടുത്ത മന്ത്രി മത്സരിച്ചുകൊണ്ടിരുന്നു, അന്നൊക്കെ ജയിച്ചു പോയി. അവസാനം പിന്നെ അദ്ദേഹം ആശുപത്രി കിടന്നാണ് അറസ്റ്റിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, മരിച്ചുപോയി. മരിച്ചില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഇറങ്ങിയനെ ഉടുപ്പിട്ടുകൊണ്ട് മത്സരിക്കാനായിട്ട് വന്നേനെ. അപ്പോൾ കഴിഞ്ഞ തവണ അദ്ദേഹത്തിനെ മത്സരിപ്പിക്കാൻ പഞ്ചവടി പാലത്തിൻ്റെ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ, ഒരു പാലം നമ്മൾ കണ്ടതാണല്ലോ, പഞ്ചവടി പാലം, അത് പൊളിച്ചിട്ടിട്ട് അതിന് ശേഷം മത്സരിക്കാൻ പോയി. അപ്പോൾ
അയാൾക്ക് സീറ്റ് കൊടുക്കത്തില്ല എന്നൊരു തീരുമാനം അങ്ങ് എടുത്തു. എങ്ങനെയാണെന്ന് അറിഞ്ഞൂടെ, എങ്ങനെ എടുത്തെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടെ, ഏതായാലും എടുത്തു. അതിന് പകരം എന്തെന്നറിയാമോ, അയാളുടെ മോന് മത്സരിക്കണമെന്ന് പറഞ്ഞു. ഇത് തറവാട്ട് വകയല്ലേ, ഇത് ഓരോരുത്തരും ഓരോ മണ്ഡലങ്ങളെന്ന് പറഞ്ഞാൽ ഓരോ തറവാട്ട് വകയാണ് ഓരോരുത്തരുടെ, അത് മാറ്റി കൊടുക്കാൻ പാടില്ല. അങ്ങനെ കൊടുത്തു. ആ കൊടുത്ത് അത് മൂലം യഥാർത്ഥത്തിൽ ഈ UDF ഒരു 15 സീറ്റെങ്കിലും ഏറ്റവും കുറഞ്ഞ് പോയി കാണും, നഷ്ടം വന്നു കാണും. എന്നാലും ഇവർ പഠിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോഴും അവിടെ ഒരിക്കലും കഴിഞ്ഞ തവണ രാജീവ് ജയിക്കേണ്ടതല്ല, നല്ല സ്ഥാനാർത്ഥി എന്നിരുന്നെങ്കിൽ. ഇപ്പോഴും അതുപോലെ തന്നെ അതേ രീതിയിലുള്ള പാറ്റേണിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അയാൾക്ക് സീറ്റ് കൊടുക്കണം, അതുപോലെ തന്നെ അവിടെ രാജീവിനെതിരെ അയാളെ തന്നെ മത്സരിപ്പിക്കണം. ഇയാൾ മത്സരിച്ചാൽ ഉള്ള കാര്യം നിങ്ങളൊന്ന് മുൻകൂട്ടി കണ്ടോളൂ. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല, എനിക്ക് അയാളെ ഒരു പരിചയമില്ല, പക്ഷേ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ എനിക്കറിയാവുന്ന ഒരു സീറ്റുണ്ട്, പുനലൂർ സീറ്റ് മുസ്ലിം ലീഗിനാണ്. അതെങ്ങനെ കൊടുത്തു എന്ന് എനിക്കറിഞ്ഞൂടാ. പണ്ട് കോൺഗ്രസ് അവിടെ മത്സരിച്ച് പുനലൂർ മധു രാജീവ് ഗാന്ധിയുടെ കൊലപാതകത്തിനെ തുടർന്നിട്ട് ഉള്ള ഇലക്ഷനിൽ, ഉണ്ടായ ഇലക്ഷനിൽ പുനലൂർ മധു അവിടെ ജയിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കോൺഗ്രസ്സുകാർ അവിടെ ജയിച്ചിട്ട് അവിടെ CPIക്കാരാണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ CPIക്കാരെക്കാളും കൂടുതൽ അവിടെ CPMക്കാരാണ് ഉള്ളത്. എന്തായാലും ആ മണ്ഡലം CPIക്ക് കൊടുത്തേക്കുന്നുണ്ട്, അവിടെ ജയിച്ചു വന്നു ആളുകൾ. അങ്ങനെ CPI ഒരു തീരുമാനമെടുത്തു. അവിടെ സുപാലാണ്, ശ്രീ യശശരീരനായ ശ്രീനിവാസൻ്റെ മകൻ സുപാലാണ് അവിടെ മത്സരിച്ചുകൊണ്ടിരുന്നത്. നല്ല MLA ആയിരുന്നു. കഴിഞ്ഞ 2 തവണ അയാൾ 2 ടേം കഴിഞ്ഞവരെ CPM ഒഴിവാക്കുന്നു. ആ രീതിയിൽ സുപാലിനെ അവിടെ നിന്ന് ഒഴിവാക്കുകയാണ്. അതിന് പകരം വേറെ ആരെയും മത്സരിപ്പിക്കുന്നു. ഇനിയിപ്പോൾ അവിടെ അതിന്നിപ്പം പ്രഖ്യാപിക്കുമ്പോഴേ നമുക്കറിയാൻ പറ്റുള്ളൂ. അതിനിടയിൽ സുജാ ചന്ദ്രബാബു എന്ന് പറയുന്ന ഒരു സഹോദരി, അവർ അഞ്ചൽ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു. എനിക്കറിയാം, ഞങ്ങൾ ഒരുപാട് പ്രോഗ്രാമിൽ ഒന്നിച്ച് പങ്കെടുത്തിട്ടുണ്ട്, എൻ്റെ നാട്ടുകാരിയാണ്. അപ്പോൾ ആ സഹോദരി പെട്ടെന്ന് മുസ്ലിം ലീഗിൽ ചേർന്നു. അതൊരു നല്ല തീരുമാനമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം മുസ്ലിം ലീഗിന് അതുവരെ അവർ CPIക്കാരിയായിരുന്നു. അവർ മുസ്ലിം ലീഗിൽ ചേർന്നിട്ട് ഈ സീറ്റ്, പുനലൂർ സീറ്റ് മുസ്ലിം ലീഗിൻ്റെ സീറ്റ് ഈ മുസ്ലിം ലീഗുകാരിയായിട്ടുള്ള സുജയ്ക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. സുജാ ചന്ദ്രബാബുവിന് കൊടുത്താൽ വളരെ നല്ലതാണ്. കാരണം അവിടെ വേറെ ആരെ കെട്ടി ഇറക്കിയാലും മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ആ ലീഗ് എന്നുള്ള രീതിയിൽ വർഗീയമായിട്ട് ചിന്തിക്കുന്ന കാഴ്ചപ്പാടുള്ളവരല്ല അവിടുത്തെ മുസ്ലിങ്ങൾ. എനിക്കറിയാം, എൻ്റെ നാടാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അവരങ്ങനെ വർഗീയതയൊന്നും വെച്ച് പുലർത്തുന്നവരൊന്നുമല്ല അവിടെ ഉള്ളവർ. വർഗീയതയൊക്കെ അവർ ദൂരെ മാറ്റി നിർത്തുന്നവരാണ് പുനലൂർ മണ്ഡലത്തിലെ സഹോദരങ്ങളെല്ലാം. അത് മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും ഹിന്ദുക്കളായാലും ആരായാലും അവരവിടെ വർഗീയതയൊന്നുമല്ല അവർ നോക്കുന്നത്. അവരവിടെ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്നവരെയും സംശുദ്ധമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്നു എന്ന പ്രതീക്ഷയുള്ളവരെ അവർ നോക്കും. അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ CPIക്കാർ ജയിച്ചുകൊണ്ടിരിക്കുന്നത്, വേറൊന്നും കൊണ്ടല്ല. അവിടെ ഇപ്പോൾ ഇനി സുജാ ചന്ദ്രബാബു കയറി ഇതിലെ മുസ്ലിം ലീഗായി, മുസ്ലിം ലീഗിലെ മെമ്പർഷിപ്പ് എടുത്തു. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് മത്സരിച്ചാൽ ചിലപ്പോൾ നേട്ടമുണ്ടായേക്കാം. കാരണം ഒരു മുസ്ലിം അല്ലാത്ത ഒരു വനിത മുസ്ലിം ലീഗിൽ വന്നിട്ട് അവിടെ നിൽക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ സീറ്റ് എന്തിനാ ഈ മുസ്ലിം ലീഗിന് തീരെഴുതി കൊടുക്കേണ്ട കാര്യം? ഈ സീറ്റ് കോൺഗ്രസിന് ഏറ്റെടുത്തൂടെ ഇത്? കാരണം അത് ഏതെങ്കിലും വ്യക്തി മുസ്ലിം ലീഗിൻ്റെ അടുത്ത് പറയണം, നിങ്ങൾക്ക് ഇത്രേ പറ്റുള്ളൂ. അവർ എവിടെ പോകുമെന്നാണ് പറഞ്ഞേ? എങ്ങോട്ട് പോകും? ഈ വിലപേശലിനുണ്ടല്ലോ, ഈ അനാരോഗ്യകരമായ വിലപേശലിന്, ശ്രീ കുഞ്ഞാലിക്കുട്ടി നടത്തുന്ന വിലപേശലിന് നിന്നു കൊടുക്കുന്നതാണ് ഈ പ്രശ്നം മുഴുവൻ. അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരിക്കലും. അത് തെക്കൻ കേരളത്തിൽ ഞങ്ങൾക്ക് എവിടെങ്കിലും ഒരു സീറ്റ് ഉണ്ടാക്കി കാണിക്കട്ടെ, എന്നിട്ട് പറ. ജയിക്കത്തില്ല അവിടെ മത്സരിച്ച, ജയിക്കാത്തടത്ത് കൊണ്ട് നിർത്തും, എന്നിട്ട് ആ സീറ്റ് വേണം, നിർബന്ധമാണ്. ഈ കളമശ്ശേരി ഇതുപോലാണ്. കളമശ്ശേരി മുസ്ലിം ലീഗിൻ്റെ സീറ്റൊന്നുമല്ല കളമശ്ശേരി. അവിടെ കോൺഗ്രസ്സുകാർ മത്സരിച്ചാൽ അന്തസ്സായിട്ട് ജയിച്ചു പോകും. പക്ഷേ അത് മുസ്ലിം ലീഗിന് തീരെഴുതി കൊടുക്കുന്ന പോലെ കൊടുത്തേക്കാണ് ആ സീറ്റ്. എന്താ കാര്യം എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഏതായാലും ശരി,
അത് ഇവരനുഭവിച്ചോട്ടെ, നല്ല കാര്യമാണ്. ഇങ്ങനെ ഓരോരോ രാഷ്ട്രീയ പാർട്ടികൾക്കും അവർ പറയുന്ന അനുസരിച്ചുള്ള സീറ്റ് അങ്ങ് കൊടുത്തേക്കുക. എന്നിട്ട് അത് അവരുടെ തറവാട്ട് വകയാണ്. ആ, അത് ഇന്നാരുടെ തറവാട്ട് വക. ഇതിപ്പം പാർട്ടിയുടെ മാത്രമല്ല, ഓരോ വീടിൻ്റെയും കൂടെ തറവാട്ട് വകയായിട്ട് ഓരോ സീറ്റ് മാറി. കോൺഗ്രസ്സിലൊരു സ്ഥാനാർത്ഥി മത്സരിച്ച് കഴിഞ്ഞാൽ ഒരിടത്ത് വന്നാൽ അയാൾ മരിച്ച അയാളുടെ ഭാര്യയ്ക്ക് കിട്ടും. ഇനി ഭാര്യ മരിച്ചു പോയ അയാളുടെ മക്കൾക്ക് കിട്ടും. അപ്പം ഈ വിളി നടന്ന് ഈ അടികൊള്ളുന്നവന്മാരും ഇംഗ്ല വിളിക്കുന്നവന്മാരും ഈ തുണി പിന്നെ ഈ കറുത്ത തുണി എടുത്ത് ഇങ്ങനെ വീശി കാണിച്ച് വെറുതെ ജയിലിൽ കിടന്നവന്മാർ, ഇവന്മാരൊക്കെ എങ്ങോട്ട് പോകും? ചെറുപ്പക്കാരൊക്കെ ഈ ഒരു ധാരണ വേണ്ടേ? ഇതിൻ്റെ പുറയിൽ അണികൾ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു മാർഗം ചെയ്തു കൊടുക്കണ്ടേ? ഒരൊറ്റ ആളുകളെ അങ്ങനെയുള്ളവരെ മത്സരിപ്പിക്കത്തില്ലല്ലോ. എന്തിനീ പഴയ മുഖങ്ങൾ? എന്തിന്? ഉണങ്ങി ശവം പോലെ ആയിരിക്കുന്ന ആളുകൾ പോലും പതുക്കെ ഇറങ്ങും, ഉടുപ്പിട്ടുണ്ട് ഇറങ്ങും മത്സരിക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തോക്കുന്നതിന് റെക്കോർഡ് ഗിന്നസ് ബുക്കിൽ കയറുന്ന ആളുകളുണ്ട്. അവരെ പോലും വീണ്ടും വീണ്ടും അവർക്ക് സീറ്റ് കൊടുക്കും. കാര്യം എന്താ? അവർ നേതാവാണ്. അവരില്ലെങ്കിൽ വലിയ പ്രശ്നമാണ് ഇവിടെ. ഇത് കേരളം മുഴുവൻ തകർന്നു പോകത്തില്ലേ? ഈ കാഴ്ചപ്പാട് മാറ്റിയില്ലെങ്കിൽ UDF രക്ഷപ്പെടത്തില്ല. ഇതൊക്കെ ഞാൻ പറയുന്നത് എന്തെന്നറിയാം. ഏതായാലും ഇന്നിപ്പം 4 മണിയാകുമ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിക്കും. എനിക്കൊരു വലിയ സന്തോഷമുണ്ട്. ഒരു 2 മുഖങ്ങൾ പത്രത്തിൻ്റെ എല്ലാ പേജുകളിലും കണ്ട് മടുത്തിരിക്കുക. ഒരു മാർഗവുമില്ല. അതൊന്ന് ഒഴിവാക്കി കിട്ടുമല്ലോ തൽക്കാലത്തേക്ക്. അത്രയും ഒരു കാര്യം. കാരണം കോഡ് ഓഫ് കോണ്ടക്റ്റ് നിലവിൽ വന്നു കഴിഞ്ഞാൽ ഇത് പാടില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഉണ്ടായേക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതാണ് ആകെപ്പാടെ ഇതിലുണ്ടാകുന്ന നന്മയായിട്ട് ഞാൻ കാണുന്നത്.